ഞങ്ങൾ ഡൽഹിയിൽ പല പല ഓഫീസുകളിലായിട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫീസും ഒരു ബ്യൂറോയും നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമ്മളുടെ ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ ശ്രീ PDT ആചാരി, ഒപ്പം ശ്രീ ഹാരിസ് ബീരാൻ MP, ഒപ്പം ജെയിൻ ജേക്കബ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ധനുഷ് സുമാർ KUWJയുടെ പ്രതിനിധി, ദില്ലിയിലെ ഭാരവാഹിയാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ദില്ലി ഓഫീസ് സമർപ്പിക്കുകയാണ്. ശ്രീ PDT ആചാരിയെ ക്ഷണിക്കുന്നു. അങ്ങനെ ദില്ലി ഓപ്പറേഷൻസിന് പിയാസ്, സുനിലും നോബലും ജോയ്സും അടക്കമുള്ള നമ്മുടെ വാർത്താ സംഘം കൈകാര്യം ചെയ്യും. യെസ് പ്ലീസ് സർ, പ്ലീസ്. ശ്രീ PDT ആചാരി. യെസ്, താങ്ക് യു, താങ്ക് യു. സ്റ്റൈലാവട്ടെ, ഇനി ഉള്ള ദിവസങ്ങളുണ്ട്. യെസ് പ്ലീസ്, പ്ലീസ്, പ്ലീസ്. വെരി വെരി സോ ഫസ്റ്റ് എസ്റ്റേറ്റ് ആൻഡ് ഫോർത്ത് എസ്റ്റേറ്റ്, ലോക്സഭയിലെ സെക്രട്ടറി ജനറലും രാജ്യസഭാ അംഗവും നമുക്കൊപ്പം ഉണ്ട്. പ്ലീസ് വെരി വെരി വെരി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മളുടെ ഓഫീസ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളുടെ ഒരു റിസപ്ഷൻ ഏരിയ. പ്ലീസ് പ്ലീസ്. ഇത് നമ്മളുടെ ബ്യൂറോ ചീഫിൻ്റെ റൂമാണ്. ദെൻ നമുക്കൊരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ദർ ഈസ് എ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിനുശേഷം നമ്മുടെ ഒരു ചെറിയ സ്റ്റുഡിയോ സംവിധാനമുണ്ട്. അപ്പോൾ മിനിമം നമുക്ക് ഇവിടെ നിന്ന് ഒരു ലൈവ് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും റിപ്പോർട്ടർ TVയുടെ ഈ പുതിയ ഓഫീസിലുണ്ട്. ഇത് പ്രേക്ഷകർക്ക് ഇതൊരു ചെറിയൊരു പാൻട്രി, ഒരു കിച്ചൺ. ദെൻ ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ സംവിധാനങ്ങൾ. ഇവിടെ നിന്നാണ് നമുക്ക് വാർത്തകൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് തന്നെ വേണമെന്നില്ല, ഡൽഹിയിൽ നിന്നും തത്സമയം വാർത്തകളൊക്കെ നമുക്ക് എത്തിക്കാം ARൻ്റെ സാങ്കേതിക മികവോടുകൂടി. പ്ലീസ് സർ, ഇരിക്കണം ഇരിക്കണം ഇരിക്കണം. മാറുന്ന ഒരുപാട് കാലമാണ്. ദില്ലിയിലൊക്കെ ഇവരൊക്കെ എത്തിയിട്ട് കുറേ വർഷങ്ങളായി. ഇപ്പോൾ ഞാൻ നേരത്തെ ഹാരിസ് ബീരാനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് 26 വർഷമായി എത്തിയിട്ട്. ജെയിൻ ജേക്കബ് എത്തിയിട്ട് 20 വർഷം, അതുപോലെ പിയാസുൽ എത്തിയിട്ട് 20 വർഷം. ശ്രീ PDT ആചാരി, അങ്ങിപ്പോൾ ദില്ലിയിൽ എത്തിയിട്ട് എത്ര വർഷമായിട്ടുണ്ടോ? 1970, അതായത് അടിയന്തരാവസ്ഥ കാലത്തിന് മുൻപ്. പിന്നെ 70-ലെത്തി. 70, 30, 55 വർഷമായി. ഈ ഒരുപാട് മാറിയിട്ടുണ്ടാവുമല്ലോ ദില്ലി. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഹാരിസ് ബീരാൻ പറഞ്ഞത് ഈ കണക്ടിവിറ്റി ആയിരുന്നു പണ്ടില്ലാതിരുന്നത്. പണ്ട് കേരള എക്സ്പ്രസ്സിൽ ഇങ്ങനെ കയറി ദിവസങ്ങൾ എടുത്താണല്ലോ ദില്ലിയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു മാറ്റമായിട്ട് ദില്ലിയിൽ ഫേസ് ചെയ്യുന്നത് എന്താ? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് ഈ കേരള എക്സ്പ്രസ് തന്നെ പിന്നീട് വന്നതാണ്. അപ്പം ആദ്യമൊക്കെ നാട്ടിൽ നിന്ന് ഇവിടെ വരേണ്ട ആളുകളൊക്കെ മദ്രാസിൽ വന്നിട്ടാണല്ലോ ഇങ്ങോട്ട് പോരുന്നത്. മനസ്സിലായില്ലേ? ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്സിന് വരുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഡൽഹി വരുന്നത് ജനത എക്സ്പ്രസ്സിനാണ്, മദ്രാസിൽ നിന്ന്. അതെനിക്ക് തോന്നുന്നു 5 ദിവസം മറ്റോ എടുത്ത് ഇവിടെ വരാൻ. അങ്ങനെയാണ്, കരിയാണത്. അത് ഇറങ്ങിയപ്പോൾ പിന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ വയ്യാത്ത രീതിയിൽ മുഴുവൻ കരിയായിരുന്നു. പിന്നെ ഞാനിവിടെ ഇറങ്ങിയത് ഭയങ്കരമായ തണുപ്പ് സമയത്താണ്. സെപ്റ്റംബർ അല്ല, ഡിസംബർ 25-ന് ക്രിസ്മസ് ഡേയിലാണ്. 69 ഞാനിവിടെ ജോലിക്ക് വന്നതാണ്. ഡിസംബർ 25-ന് ക്രിസ്മസ് ഡേയിലാണ്. ക്രിസ്മസ് റാദർ നൈറ്റിലാണ് ഇവിടെ 1 മണിക്ക് മറ്റാണ് ഇവിടെ എത്തിയത്. അതിങ്ങനെ പതുക്കെ ഇങ്ങനെ പോയി വരുന്ന വണ്ടികൾക്കെല്ലാം സൈഡ് കൊടുത്ത് വരുന്ന ഒരു വണ്ടിയായിരുന്നു അത്, ജനത എക്സ്പ്രസ്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. തോന്നി കഴിഞ്ഞപ്പോൾ തണുത്തങ്ങ് ഉറഞ്ഞു മിക്കവാറും ശരീരത്തിൻ്റെ രക്തഓട്ടം നിൽക്കുന്ന ലക്ഷണത്തിലായിരുന്നു അന്നൊക്കെ. ഏതായാലും രക്ഷപ്പെട്ടു പറഞ്ഞാൽ മതി. ഒരുപാട് മാറ്റങ്ങൾ ഡൽഹിയിൽ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം. അത് സ്വാഭാവികമാണല്ലോ. രാഷ്ട്രീയ മാറ്റമുണ്ട്. രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര മാറ്റങ്ങളാണല്ലോ വന്നിരിക്കുന്നത്. ഈ മാറ്റം മുമ്പോട്ടാണോ പുറമോട്ടാണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് അതൊരു ചർച്ചാ വിഷയമാണ്. ഞങ്ങളിപ്പോൾ പറയായിരുന്നു ഈ പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ ഈ പാർലമെന്റിന് മുൻപിൽ തന്നെ അനുവദിക്കുക എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ജനാധിപത്യ ബോധമുണ്ടല്ലോ. ഇപ്പോൾ അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട്. അതെ, അത് വേറൊരു ജനാധിപത്യ ബോധമാണ് അവിടുന്ന് മാറ്റുക എന്നുള്ളത്. നെഹ്റുവിനെ കുറിച്ച് പറയുമ്പോൾ നെഹ്റു ആണല്ലോ ഈ ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്നത്. നെഹ്റുവിന്റെ കാരണമാണ്. ജനാധിപത്യം നിലവിൽ വന്നത് തന്നെ അദ്ദേഹത്തിന്റെ കാരണമാണ്. മനസ്സിലായില്ലേ? അത് നിലനിർത്തിയതും അദ്ദേഹത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. അതാണ് എൻ്റെ സംഗതി. നമ്മളൊരു പുതിയ ഓഫീസൊക്കെ തുടങ്ങുമ്പോഴും നമ്മളും പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ഇനി ഈ ടേമിലെങ്കിലും, എനിക്കൊന്നിപ്പോൾ ഒരു കൂട്ടുകക്ഷി സർക്കാരാണല്ലോ ഇരിക്കുന്നത്, കുറച്ചുകൂടി ആറ്റിറ്റ്യൂഡ് മാറും എന്നൊരു പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? ഇല്ല, അങ്ങനെ ഒരു മാറ്റത്തിന് കാരണം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് ഏത് ദിശയിലാണ് പോകുന്നതെന്നുള്ളത് നമുക്കിൻ്റെ ഒരു ബ്രോഡ് ഇൻഡിക്കേഷൻസ് ഉണ്ടെന്നുള്ളതല്ലാതെ അതിൻ്റെ ഒരു ഡീറ്റെയിലായിട്ട് നമുക്കൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല ഈ സമയത്ത്. ശ്രീ ഹാരിസ് ബീരാൻ, ഈ പ്രസ്സും പൊളിറ്റിക്സും തമ്മിലുള്ളൊരു ബന്ധമുണ്ടല്ലോ, ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോഴാണ് താങ്കൾ ജുഡീഷ്യറിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് വരുന്നത്. എങ്ങനെ കാണുന്നു?
മീഡിയ വണ്ണിന്റെ കേസിന്റെ ഭാഗമായിരുന്നു ഞാൻ. അത് നമുക്കറിയാമല്ലോ, ഒരു ചാനൽ, അതായത് നിങ്ങളെപ്പോലത്തെ ഒരു ചാനൽ 10 വർഷമായിട്ടുള്ള ചാനലിന് ലൈസൻസ് പുതുക്കി കൊടുക്കാത്ത ഒരു നടപടി, അതായത് 10 വർഷമായിട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത്രയും ആളുകൾ ഇത്രയും ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ചാനലിന് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് റിന്യൂവൽ ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആ സമയത്തുള്ള അവരുടെ എന്തായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുന്നത് നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റിന്റെ മനസ്സിൽ മാധ്യമങ്ങളോടുള്ള ഒരു സമീപനം എന്നുള്ളത്. എന്തായാലും ആ കേസ് ജയിച്ചെന്നുള്ളത് അതേറെ കാര്യം. പക്ഷേ ഞാൻ സമീപനത്തിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളൊരു ലൈൻ തരും, ആ ലൈൻ ടോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിനെ മാറ്റണം എന്ന് പറയുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തെ എത്രമാത്രം ഭൂഷണമാണെന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എനിക്കൊന്ന് പ്രിന്റ് മീഡിയയിൽ ഈ സമ്മർദ്ദം അത്ര തന്നെ ഉണ്ടോ ജയന്ത്? അല്ല, സമ്മർദ്ദം എല്ലായിടത്തും ഒരുപോലൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞത് പത്രക്കാരിലുപരി പത്ര മുതലാളിമാർ എങ്ങനെ ഇതിനെ നേരിടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. കാരണം പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പത്രക്കാരുടെ സ്വാതന്ത്ര്യം ആണെങ്കിലും അവർക്കുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം പത്ര മുതലാളിമാർ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. പിന്നെ ഓരോ ഗവൺമെൻറ് കാലത്ത് ഇത് വ്യത്യസ്തമാണ്. അന്നേരം അതനുസരിച്ച് നമ്മൾ പത്രപ്രവർത്തനത്തെ കൊണ്ടുപോകുക. സ്റ്റോറികളൊക്കെ മിക്കവാറും അടുത്ത് വരുന്നുണ്ട്, ചില സമയങ്ങളിൽ വരാതിരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു എക്സിസ്റ്റൻസ് ആണ് ഇപ്പം ഇൻവിസിബിൾ കൺട്രോൾ ഉണ്ടോ ഒരു സ്റ്റേറ്റിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ കൺട്രോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാർ സെൽഫ് സെൻസറിങ്ങിലോട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തോന്നുന്നു ഇങ്ങനൊരു വാർത്ത വന്നാൽ നമുക്ക് പണി കിട്ടുമോ, ആ ഒരു രീതിയിലാണ് കൂടുതൽ ആൾക്കാർക്ക് ഭയമുള്ളത്. അല്ലാതെ രാവിലെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് സെൻസർ ഇത് 5 വാർത്തയെ കൊടുക്കുക എന്നുള്ള രീതിയിലോട്ടൊന്നും കാര്യങ്ങളില്ല. പക്ഷെ ആൾക്കാർക്ക് സെൽഫ് സെൻസർഷിപ്പാണ്. ഇത് വാർത്ത നോർമലൈസ് ചെയ്യപ്പെടുന്നു. അതെ, ഇതങ്ങ് നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു തരത്തിൽ. രണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഗസ് ചെയ്യാണ്, സെക്കൻഡ് ഗസ്, വലിയ കുഴപ്പമാണ് ഇത് കൊടുക്കണ്ട, അങ്ങനെ രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു. പിന്നെ രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇതിനൊരു ഫൈറ്റ് വേണമല്ലോ. അന്നേരം രാഷ്ട്രീയത്തിൽ ഫൈറ്റ് കുറയുന്നു, അതുപോലെ തന്നെ അത് ഫൈറ്റ് കുറയുമ്പോൾ അതിന്റെ പരിണതഫലമായിട്ട് എല്ലായിടത്തും ആ പോരാട്ടം കുറഞ്ഞുകൊണ്ടുവരും. ആ ഒരു രീതിയിലുള്ളൊരു കാര്യമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ധനു, വർക്ക് ഈ ജേർണലിസ്റ്റുകളുടെ ഭാഗത്ത് ഇപ്പോൾ നേരത്തെ മുതലാളികളുടെ കാര്യം പറഞ്ഞു, അതേപോലെ ഒരു പുതിയ കാലം വരുന്ന സമയത്ത് ഒരു സെൽഫ് സെൻസറിങ് ഒക്കെ അറിയാത്തുള്ളൂ, ഈ വിഷയം തുടണ്ട. അല്ല, ഞാൻ നേരത്തെ ഇപ്പോൾ ആചാര്യ സാറിന് ഡൽഹിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. കാര്യം ന്യൂഡൽഹി സിനിമ കണ്ടതിന് ശേഷം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എൻ്റെ സാമൂഹ്യപാഠം പുസ്തകത്തിൻ്റെ ബാക്കിനറിൽ എഴുതുകയാണ് ജേർണലിസ്റ്റ് ധനസ് മോദ് ഡൽഹി എന്ന്. അതങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് ജേർണലിസ്റ്റ് ആകണം, പിന്നെ അത് ഡൽഹിയിൽ തന്നെ ആവണം, അങ്ങനെ വന്ന ആളാണ്. പക്ഷേ നമ്മൾ 2009 ഞാൻ ജേർണലിസ്റ്റായിട്ട് ട്രാൻസ്ഫറായി ഡൽഹിക്ക് വരുന്നത്. അന്നത്തെ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കാര്യം ഈ 10 വർഷത്തിനിടയിൽ 28 ജേർണലിസ്റ്റാണ് ഒരു എൻവയോൺമെൻറ്റ് വാർത്തകൾ ചെയ്തുകൊണ്ട് മാത്രം കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ മാധ്യമങ്ങൾ എല്ലാ വിഷയത്തിലും നമ്മൾ കൂടി കൂടുതൽ ഉത്തരവാദിത്തം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയയുടെ കാര്യത്ത് വളരെ ശക്തമായിട്ട് വരികയാണ്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കൂടി ഒരു സെൽഫ് കൺട്രോൾ കൂടി ഉണ്ടാവണം. അതേസമയം തന്നെ ഈ തരത്തിലുള്ള ഒരു ഫാസിസം നിറഞ്ഞാടുന്ന ഈ ഒരു സമയത്ത് ആ രീതിയിലും വലിയൊരു മാറ്റം വരേണ്ട ഒരു സമയം തന്നെയാണ്. വളരെ ജാഗ്രതയോടുകൂടി ജേർണലിസ്റ്റുകൾ പോകേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് മാധ്യമ തൊഴിലാളികളാണ് നമ്മൾ ആ തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം. ഓക്കെ, താങ്ക് യു ശ്രീ പി ഡി ചേശ്ശേരി, താങ്ക് യു ശ്രീ ഹാരിസ് ബിരൻ, താങ്ക് യു ജയന്ത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ ഓഫീസ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇവിടെ. അതിനു മുമ്പ് നമുക്കൊരു മധുരം കൂടി ഒന്ന് പങ്കിടാം. സർ, ഐ തിങ്ക് ഷുഗർ ഈസ് നോട്ട് എ പ്രോബ്ലം, റൈറ്റ്? ഷുഗർ ഈസ് എ പ്രോബ്ലം. എന്നാലും സന്തോഷം. Okay, thank you. Thank you. Thank you. Thank you. Thank you, Jan. Okay, thank you. This laddu is to you, sir. നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയാണ് ഈ മധുരം. ജനാധിപത്യത്തിന്, നമുക്ക് പ്രവർത്തിക്കാനുള്ള അവകാശത്തിന് ഒപ്പം മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മുഴുവൻ ഈ മധുരവും ഒപ്പം തന്നെ ഈ ഓഫീസിൻ്റെ പ്രവർത്തനവും നമ്മൾ സമർപ്പിക്കുന്നു.